ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിലും സാന്റോസിന് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് ഇന്റർനാസിയോണൽ അവരെ പരാജയപ്പെടുത്തിയത്. ആദ്യം സാന്റോസ് ഒരു സെൽഫ് ഗോൾ വഴങ്ങി, പിന്നീട് പെനാൽറ്റിയിലൂടെ നെയ്മർ ജൂനിയർ സാന്റോസിനെ ഒപ്പമെത്തിച്ചു. എന്നാൽ മത്സരത്തിന്റെ അവസാനത്തിൽ എതിരാളികൾ ഒരു ഗോൾ നേടുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഈ മത്സരത്തിൽ സാന്റോസിന് തോൽവി വഴങ്ങേണ്ടി വന്നത്. മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. സോഫാസ്കോർ അവരുടെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിക്കൊണ്ട് തിരഞ്ഞെടുത്തത് നെയ്മർ ജൂനിയറെയാണ്. അതായത് മത്സരത്തിൽ ഒരു ഗോൾ നേടാൻ നെയ്മർക്ക് കഴിഞ്ഞു. 2 കീ പാസുകൾ നെയ്മർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 45 പാസുകളിൽ 41 പാസുകളും കംപ്ലീറ്റ് ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 69 തവണയാണ് നെയ്മർ ബോളിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. 5 ഡുവലുകൾ വോൺ ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞു. സോഫാസ്കോറിന്റെ റേറ്റിംഗ് വരുന്നത് 7.5 ആണ്. ഇങ്ങനെ നല്ല രൂപത്തിൽ നെയ്മർ കളിച്ചിട്ടുണ്ട്. പക്ഷെ നെയ്മർ തിളങ്ങിയിട്ടും ഈ മത്സരത്തിൽ പരാജയപ്പെടാനായിരുന്നു സാന്റോസിന്റെ വിധി. ഇതോടുകൂടി അവരുടെ പരിശീലകനായ യുവാൻ പാബ്ലോ വോയ്വോദയെ ഇപ്പോൾ സാന്റോസ് പുറത്താക്കിയിട്ടുണ്ട്. എല്ലാവരും ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതായത് സാന്റോസിന്റെ പരിശീലക സ്ഥാനത്ത് ഇനി മുതൽ വോയ്വോദ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് തന്റെ സ്ഥാനം നഷ്ടമായി എന്നുള്ളതാണ്. 35 മത്സരങ്ങളിലാണ് അദ്ദേഹം ആകെ സാന്റോസിനെ പരിശീലിപ്പിച്ചത്. അതിൽ 10 മത്സരങ്ങളിൽ മാത്രമാണ് വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 14 സമനിലകളും 11 തോൽവികളും അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു. 41.9% വിജയ ശതമാനമായി കൊണ്ടുവരുന്നത്. 48 ഗോളുകൾ നേടിയപ്പോൾ 43 ഗോളുകൾ കൺസീഡ് ചെയ്യേണ്ടി വന്നു. 64 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ 79 ബിഗ് ചാൻസുകൾ കൺസീഡ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. 52.4% പൊസഷൻ വരുന്നത്. അങ്ങനെ വലിയ ഒരു മികവൊന്നും ഇദ്ദേഹത്തിന് കീഴിൽ പുലർത്താൻ സാന്റോസിന് കഴിഞ്ഞിരുന്നില്ല. ഇതോടുകൂടി വോയ്വോദയെ സാന്റോസ് പുറത്താക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്മറെ പരിശീലിപ്പിക്കാൻ പുതിയ ഒരു പരിശീലകനെ ആവശ്യമായി വരികയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.